വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 57. റിസോർട്ടിലെ മുറിയിലേക്ക് കയറിയതും കട്ടിലിലേക്ക് ചാടിക്കയറി കംഫർട്ടർ വലിച്ച് അതിനുള്ളിലേക്ക് കയറിയിരിപ്പായി വിഭ. വാതിലടച്ച ശേഷം സുദേവ് വന്ന് ഒരു വശത്തെ കേർട്ടൻ വലിച്ചുമാറ്റി. റിസോർട്ടിനോട് ചേർന്ന് താഴേക്ക് ഒഴുകിയിറങ്ങുന്ന തേയിലത്തോട്ടത്തിന്റെ മനോഹരമായ കാഴ്ച. ആ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്കായി തെളിഞ്ഞു കാണുന്ന വൈദ്യുതി വിളക്കുകളുടെ വെളിച്ചം തട്ടി തേയിലച്ചെടികളുടെ ഇലകൾ തിളങ്ങുന്നു. താഴേക്ക് പോകും തോറും ആ കാഴ്ച മൂടൽ മഞ്ഞിനാൽ മൂടിക്കിടക്കുന്നു. അത് കണ്ടതും വിഭ കട്ടിലിൽ നിന്നും ചാടിയിറങ്ങി അവന്റെ അടുത്തേക്ക് വന്ന് ജനാലിൽ കൂടി പുറത്തേക്ക് നോക്കി. ഹായ്, എന്ത് ഭംഗിയല്ലേ ഉണ്ണേട്ടാ. താഴെയായി ഒഴുകിപ്പരന്നു കിടക്കുന്ന മൂടൽ മഞ്ഞിലേക്ക് നോക്കി അവനൊന്ന് മൂളി. നമുക്കൊരു സെൽഫി എടുക്കാം. ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ തിരിഞ്ഞ് അവളോട് ചേർന്ന് നിന്ന് മൊബൈലിന്റെ ക്യാമറയിലേക്ക് നോക്കി. ജനൽ ചില്ലുള്ളത് കാരണം പുറകിലേക്കുള്ള കാഴ്ച വ്യക്തമല്ല. ഒരു മിനിറ്റ്, ഇതൊന്ന് തുറക്കാം നമുക്ക്. പറഞ്ഞതിനൊപ്പം അവൻ ജനാലിന്റെ പാളികൾ മലർക്കെ തുറന്നു. തണുത്ത കാറ്റിന്റെ കൈകൾ ഒരു മൂളലോടെ മുറിക്കകത്തേക്ക് കയറി അവരെ പുണർന്നു. അവളൊന്ന് ചൂളി വിറച്ച് അവനോടൊന്നുകൂടി ചേർന്നു. വലത് കൈ അവളുടെ ഇടുപ്പിൽ ചുറ്റി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി അവൻ ക്ലിക്ക് ചെയ്തു. എടുത്ത ഫോട്ടോ അവനൊന്ന് സൂം ചെയ്ത് നോക്കി. പുറകിലെ മങ്ങിയ വെളിച്ചത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടവും അതിനു പിന്നിൽ മൂടൽമഞ്ഞിന്റെ വെള്ളിപ്പുതപ്പും. ക്യാമറയിലേക്ക് നോക്കി ചിരിച്ചു നിൽക്കുന്ന സുദേവ്. അവന്റെ മുഖത്തേക്ക് മുഖമുയർത്തി കണ്ണുകൾ മിഴിച്ചു നിൽക്കുന്ന വിഭ. അവൻ തല ചരിച്ച് അവളെ നോക്കി. അവളുടെ കണ്ണുകൾ അപ്പോഴും അവന്റെ മുഖത്ത് തന്നെയായിരുന്നു. ഇതെവിടേക്കാടാ വിഭക്കുട്ടി ഈ നോക്കി നിൽക്കുന്നേ? സെൽഫി എടുക്കുമ്പോ ക്യാമറയിലേക്ക് നോക്കണ്ടേ? എന്നെ എനിക്കിതാ ഇപ്പൊ ഉണ്ണിയേട്ടന്റെ ഈ ചെമ്പങ്കണ്ണുകളിൽ കാണാം. അവൾ വിരലുകൾ കൊണ്ട് അവന്റെ ഇടത്തെ കണ്ണു വിടർത്തി അതിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അവന്റെ വിരലുകൾ ചെറുതായി അവളുടെ ഇടുപ്പിൽ ഒന്ന് പിച്ചി. ഔ! അവൾ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവന്റെ മാറിലേക്ക് ഒട്ടിച്ചേർന്നു. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ച് ആ വിടർന്ന ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. കാലിൽ കുത്തി ഉയർന്ന അവൾ അവന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു കിടന്നു. ആ ചുണ്ടുകളുടെ മാധുര്യം മതിയാവോളം നുകർന്ന ശേഷം അവൻ മുഖമുയർത്തി അവളെ നോക്കി. തളർന്നതുപോലെ കൂമ്പിയ മിഴികൾ, അല്പം കിതക്കുന്ന ശരീരം. അവളുടെ ഇടത്തെ മൂക്കിൻ തുമ്പത്തെ ആ നക്ഷത്ര മൂക്കുത്തിയിൽ ചുണ്ടുകൾ അമർത്തിയ അവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് കട്ടിലിന് നേർക്ക് നടന്നു. കിടക്കയിലേക്ക് അവളെ കിടത്തിയ ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ ഇറുക്കെ പൂട്ടി കിടക്കുകയാണവൾ. വിറകൊള്ളുന്ന അതരങ്ങളിലേക്ക് വീണ്ടും അവന്റെ അതരങ്ങൾ താഴ്ന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങിയ ചുണ്ടുകളെ കൈകൊണ്ട് തടഞ്ഞുകൊണ്ടവൾ കിതച്ചു. വേണ്ട ഉണ്ണിയേട്ടാ. ഒരു ചെറുമന്ത്രണം. മുഖമുയർത്തിയ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിൽ മെല്ലെ ചുണ്ടുകൾ അമർത്തി. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ കിടക്കയിലേക്ക് മലർന്നു കിടന്നു. ശരീരത്തിൽ നിന്നും അവൻ അകന്നു മാറിയതെറിഞ്ഞ വിഭ കണ്ണുകൾ തുറന്ന് മുഖം ചരിച്ച് അവനെ നോക്കി. മുകളിൽ സീലിംഗിലുള്ള മരത്തിന്റെ ഡിസൈനുകളിലേക്കും നോക്കി കിടക്കുകയാണവൻ. അവൾ കൈ കുത്തി എഴുന്നേറ്റ് അവന്റെ മുഖത്തിന് മുകളിലേക്ക് മുഖമുയർത്തി. എന്നോട് ഉണ്ണിയേട്ടന് ദേഷ്യമുണ്ടോ? അവളുടെ ആ വേവലാതി നിറഞ്ഞ ചോദ്യം കേട്ട് അവൻ ഒരിക്കൽ കൂടി ചിരിച്ചു. എന്തിന്? കൈ ഉയർത്തി അവന്റെ മാറിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടിയിഴകൾ മാടി ഒതുക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. സോറി ഉണ്ണിയേട്ടാ, എനിക്ക് എനിക്ക് എന്തോ പോലെ. ഉണ്ണിയേട്ടൻ എന്നെ തൊടുമ്പോ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിലും ശരീരം സമ്മതിക്കാത്തതുപോലെ. 2 കൊല്ലത്തോളം അവനിൽ നിന്നും അനുഭവിച്ച വേദനകൾ ശരീരം മറക്കാഞ്ഞിട്ടായിരിക്കുമോ? അതോ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ണിയേട്ടാ? ഏയ്, എന്തൊക്കെയാടാ ഈ പറയുന്നേ? അവളുടെ നിറയുന്ന കണ്ണുകൾ കൈ ഉയർത്തി തുടച്ചിട്ട് അവൻ അവളെ നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി. കല്യാണം കഴിയുമ്പോൾ
അതൊക്കെ ശരിയാവും കേട്ടോ. ആണോ? മൂക്കൊന്നു വലിച്ചിട്ട് അവൾ ചോദിച്ചത് കേട്ട് അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. പിന്നല്ലാതെ, നീ ഒന്ന് ഫ്രഷാക്. ആ ബാഗിലെ രാത്രി ഇടാനുള്ള ഡ്രസ്സുകളുണ്ട്. ഉം. അവൾ എഴുന്നേറ്റ് അവന്റെ ചുണ്ടുകളിൽ അമർത്തിയൊന്ന് ചുംബിച്ചിട്ട് കട്ടിലിൽ നിന്നും ഇറങ്ങി ബാഗ് തുറന്ന് ഡ്രസ്സുകളുമെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. പിറ്റേ ദിവസം കാലത്ത് വിഭ എഴുന്നേൽക്കുമ്പോൾ സുദേവ് കയ്യിലൊരു കപ്പ് കോഫിയുമായി ജനാല തുറന്നിട്ട് പുറത്തെ കാഴ്ചകളുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. വിഭ കട്ടിലിൽ നിന്നും ഇറങ്ങി അവന്റെ പുറകിൽ ചെന്ന് അവനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കി. ആ കുന്നിൻ ചെരുവിൽ പകൽ വെളിച്ചത്തിൽ പച്ചപ്പ് വിരിച്ച് പടർന്നു നിൽക്കുന്ന തേയിലച്ചെടികളുടെ ദൃശ്യം മനോഹരമായിരുന്നു. നേരിയ മൂടൽമഞ്ഞ് അപ്പോഴും ആ കുന്നിൻ ചെരുവിൽ കാണാം. വിഭക്കുട്ടിക്ക് കോഫി വേണ്ടേ? ഉം. അവൾ തല കുലുക്കിക്കൊണ്ട് മൂളി. എങ്കി പോയി ഫ്രഷായിട്ട് വാ. അവൻ പറഞ്ഞത് കേട്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു. അവൾ ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും അവൻ കോഫി മേക്കറിൽ നിന്നും അവൾക്ക് വേണ്ടി കൂടി കോഫി ഉണ്ടാക്കിയിരുന്നു. ആ ചൂട് കോഫിയും മുത്തിക്കുടിച്ച് അവളും അവനോടൊപ്പം ആ ജനനരിയിൽ വന്നു നിന്നു. ഈ റിസോർട്ട് ഒരു കുന്നിൻ ചെരുവിലാ അല്ലേ ഉണ്ണിയേട്ടാ? അതേടാ, ഈ കാണുന്ന തേയിലത്തോട്ടത്തിന്റെ നടുവിലാണ് ഈ റിസോർട്ട്. കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി ഒന്ന് നടന്നിട്ട് വരാം. അത് കേട്ടതും അവൾ ആ ചൂട് കോഫി വേഗം തന്നെ ഊതി കുടിക്കാൻ തുടങ്ങി. ആ റിസോർട്ടിന്റെ പുറത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഏകദേശം 6 ഏക്കർ സ്ഥലത്തെ കുന്നിൻ ചെരുവിൽ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ആ റിസോർട്ട് മുഴുവൻ സുദേവിന്റെ കൈയും ചുറ്റിപ്പിടിച്ചുകൊണ്ടവൾ നടന്നു കണ്ടു. കാലത്തെ അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇറങ്ങിയ അവർ ഇരവികുളം നാഷണൽ പാർക്കും റോസ് ഗാർഡനും ടോപ്പ് സ്റ്റേഷനും പോത്തമ്മേട് വ്യൂ പോയിന്റും കണ്ടിട്ട് നേരെ മറയൂർക്ക് പോയി. അവിടെ മുനിയറകളും ചന്ദനക്കാടും കണ്ട ശേഷം വൈകുന്നേരത്തോടെ അവിടെ നിന്നും തിരിച്ചു. പിറ്റേ ദിവസമായ തിങ്കളാഴ്ച വൈകുന്നേരം ക്ലിനിക്കിൽ നിന്നും വന്ന വിഭ മാധവിയമ്മയെ യാത്രയാക്കിയിട്ട് ഫ്രഷ് ആയ ശേഷം അടുക്കളയിൽ കയറി ചായ ഇടാനായി പാലെടുക്കുന്നതിനിടയിലാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. സുദേവ് ആയിരിക്കും എന്നോർത്താണ് അവൾ വാതിൽ തുറന്നത്. പക്ഷെ മുന്നിൽ നിന്നിരുന്നത് അശ്വതിയായിരുന്നു. ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ അവൾ ചുറ്റിനുമൊന്ന് നോക്കിയിട്ട് വിഭയ്ക്ക് നേരെ തിരിഞ്ഞു. സുദേവേട്ടൻ വന്നിട്ടില്ലല്ലേ? ഇല്ല, വരാറായിട്ടില്ല. ഇപ്പൊ കുറെ ദിവസമായി ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരാമെന്നും പറഞ്ഞ് പറ്റിക്കുന്നു. ഒരു കാര്യം ചെയ്, ഇന്ന് വാ. സുദേവേട്ടൻ വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാന്നേ. അയ്യോ, ഇന്ന് വേണ്ടെന്നേ. ഉണ്ണിയേട്ടനുള്ളപ്പോ ഞങ്ങൾ രണ്ടാളും കൂടെ വരാം. ഓ, അത് ഇനിയൊരിക്കലാവാം. ശ്രീകാന്തേട്ടൻ ഇന്ന് വരാൻ വൈകും. ഇപ്പൊ ഇപ്പൊ വന്നേ. അവൾ അല്പം കൂടി നിർബന്ധിച്ചതോടെ വിഭ സമ്മതിച്ചു. വാതിൽ പൂട്ടി ഇറങ്ങും മുന്നേ സുദേവിന്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജും അയച്ചിട്ടാണ് അവൾ അശ്വതിയോടൊപ്പം അവരുടെ ഫ്ലാറ്റിലേക്ക് പോയത്. ഫുള്ളി ഫർണിഷ്ഡായ ആ ഫ്ലാറ്റിൽ വിഭ ആദ്യമായി കയറുകയായിരുന്നു. പലർക്കും ഇതിനു മുൻപേയും ആ ഫ്ലാറ്റിന്റെ ഉടമസ്ഥൻ അത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള കാര്യം സുദേവ് പറഞ്ഞ അവൾക്കറിയാം. അശ്വതി നിറഞ്ഞ ഉത്സാഹത്തിലായിരുന്നു. അവൾ വിഭയെ മുറികളെല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു. അശ്വതി കൊണ്ടുവന്നു കൊടുത്ത ജ്യൂസും കുടിച്ചിരിക്കുന്നതിനിടയിൽ ശ്രീകാന്തിനെ കുറിച്ചും അയാളുടെ ജോലിയെക്കുറിച്ചും അവൾ വാ തോരാതെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിവൃത്തിയില്ലാതെ വിഭ അതെല്ലാം കേട്ടിരുന്നു. അവളുടെ സംസാരം കേട്ടിരിക്കുന്നതിനിടയിൽ കണ്ണുകൾ ചെറുതായി മങ്ങാൻ തുടങ്ങിയപ്പോൾ വിഭ തല ഒന്ന് കുടഞ്ഞു. എന്തു പറ്റി? അശ്വതിയുടെ ആ ചോദ്യം ദൂരെ എവിടെയോ നിന്ന് കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ അവൾ ശ്രമിച്ചു. കാഴ്ച ശരിയാകുന്നില്ല. എന്തു പറ്റി വിഭ? മറഞ്ഞു തുടങ്ങുന്ന ബോധത്തിനിടയിൽ അവൾ വീണ്ടും അശ്വതിയുടെ ശബ്ദം ഒരു ഇരമ്പലോടെ കേട്ടു. എനിക്ക് തല കറങ്ങും പോലെ. വാക്കുകൾ പെറുക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് കുറെ കഴിയുമ്പോൾ അങ്ങ് മാറിക്കൊള്ളൂ. പരിചയമുള്ളൊരു പുരുഷ ശബ്ദം അകത്തെ മുറിയുടെ വാതിൽക്കൽ നിന്നും അവൾ കേട്ടു. അവൾ കണ്ണുകൾ വിടർത്തി ഒരിക്കൽ കൂടി നോക്കി. മങ്ങിയ ഒരു രൂപം അടുത്തേക്ക് നടന്നെടുക്കുന്നു. നീ ഇപ്പോ ഡ്രൈവറുടെ കൂടെ സുഖിച്ച് കഴിയാണ് അല്ലടി? പല്ലെറുമിയുള്ള ചോദ്യത്തിന്റെ ഉടമയെ ആ അർദ്ധബോധാവസ്ഥയിലും അവൾ തിരിച്ചറിഞ്ഞു.
വെപ്രാളത്തോടെ രക്ഷപ്പെടാനുള്ള പഴുതു തേടി സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കാലുകൾ ഉഴഞ്ഞുപോയി. രണ്ട് കൈകൾ അവളെ കയറി പിടിച്ചു. മയക്കുമരുന്നിനാൽ കുഴഞ്ഞുപോയ ശരീരം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ വേണ്ടി അവൾ ദുർബലമായി കുതറി നോക്കി. പക്ഷേ കരുത്തുറ്റ ആ കൈകൾ അവളെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ട് ബെഡ്റൂമിന്റെ നേർക്ക് നടന്നു. ഏജൻസിയിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്ന ഒരു ഓട്ടത്തിനായി ആ സമയത്ത് പാലാരിവട്ടത്ത് കാത്തുകിടക്കുകയായിരുന്നു സുദേവ്. സമയം കഴിഞ്ഞിട്ടും യാത്രക്കാരെ കാണാതെ വന്നതോടെ അവൻ ഏജൻസി നൽകിയിരുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നതല്ലാതെ ആരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ ഏജൻസിയിലേക്ക് തന്നെ വിളിച്ചു. അവനോട് അല്പനേരം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏജൻസിയിലെ മാനേജർ റോയ് കോൾ കട്ട് ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഏജൻസിയിൽ നിന്നും വീണ്ടും മാനേജറുടെ കോൾ അവനെ തേടിയെത്തി. ആ സുദേവേ, ചേർത്തലക്കുള്ള ആ ഓട്ടോ ഇല്ലട്ടോ. അവന്മാർ അങ്ങോട്ട് വരും വഴി എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് ദേ ഇപ്പൊ വിളിച്ചു ചോദിച്ചപ്പോ വേറെ ആരോണ് ഫോൺ എടുത്തത്. അവന്മാരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന്. എന്തായാലും സുദേവിന് കാത്തു നിൽക്കണ്ട അവിടെ. ഓക്കെ റോയ്. കോൾ കട്ട് ചെയ്തിട്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പാടിവട്ടത്ത് എത്തി ബൈപ്പാസിലേക്ക് കയറിയപ്പോഴാണ് ഫോൺ ഹോൾഡറിൽ പിടിപ്പിച്ചിരുന്ന ഫോണിലേക്ക് വിഭയുടെ വാട്സാപ്പ് മെസ്സേജ് വന്നത്. അത് ഓപ്പൺ ചെയ്ത് വായിച്ച സുദേവ് കാറിന്റെ വേഗം കൂട്ടി. ശ്രീകാന്ത് കൂടിയുള്ളപ്പോൾ ഒരു ദിവസം അവരുടെ ഫ്ലാറ്റിൽ ഒരുമിച്ച് പോകാമെന്ന് വിഭയോട് പറഞ്ഞിരുന്നതാണ്. വേഗം ഫ്ലാറ്റിലേക്ക് എത്തി അവളോടൊപ്പം കൂടിയാൽ ആ ഒരു സന്ദർശനം അങ്ങനെ അവസാനിപ്പിക്കാമല്ലോ എന്ന ചിന്തയിലായിരുന്നു അവൻ. 10 മിനിറ്റിനുള്ളിൽ ഫ്ലാറ്റിലേക്ക് എത്തിയ അവൻ കയ്യിലിരുന്ന കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി. ഒന്ന് ഫ്രഷായ ശേഷം പുറത്തിറങ്ങി എതിരെയുള്ള ശ്രീകാന്തിന്റെ ഫ്ലാറ്റിലെ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. വാതിൽ തുറന്ന അശ്വതിയുടെ മുഖത്തെ പരിഭ്രമം അവൻ ശ്രദ്ധിച്ചു. ഹലോ അശ്വതി, വിഭ ഇങ്ങോട്ട് വന്നില്ലേ? വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു. വന്നിരുന്നു, പക്ഷേ കുറച്ചു മുന്നേ ഇറങ്ങിയല്ലോ. ആ മറുപടിയിൽ സുദേവിന്റെ മുഖം ചുളിഞ്ഞു. പരിഭ്രമം മറക്കാനെന്നോണം അവൾ മുഖമൊന്ന് അമർത്തി തുടച്ചു. ആണോ? പിന്നെ ഇവിളിതെവിടെ പോയി? പാൻസിന്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ കയ്യിലേക്ക് എടുക്കുന്നതിനിടയിൽ സ്വയമെന്നോണം അവൻ ചോദിച്ചു. ശ്രീകാന്ത് എത്തിയില്ലേ? വാതിൽക്കൽ ചാരി നിന്ന് വിഭയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നതിനിടയിൽ അവൻ ചോദിച്ചത് കേൾക്കാത്തതുപോലെ അശ്വതി പരിഭ്രമത്തോടെ മുറിക്കകത്തേക്ക് പാളി നോക്കുന്നതും അവൻ കണ്ടു. ആ സമയം അവിടെ സെറ്റിയിലിരുന്ന ഫോൺ റിങ് ചെയ്തു. ആ ഫോണിന്റെ റിംഗ് ടോണിലെ പാട്ട് കേട്ടതും സുദേവിന്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. അത് വിഭ ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയതാ. പരിഭ്രമം നിറഞ്ഞ അശ്വതിയുടെ മുഖവും പതറിയ ശബ്ദവും സുദേവിന്റെ സംശയം വർദ്ധിപ്പിച്ചു. അവന്റെ മുഖം മുറുകുന്നത് കണ്ടതും അശ്വതി ബലം പ്രയോഗിച്ച് വാതിലടക്കാൻ ശ്രമിച്ചു. വലത് കൈകൊണ്ട് അവൻ ആ വാതിൽ ആഞ്ഞു തള്ളിയതും അത് ചെന്നിടിച്ച് അശ്വതി നിലത്തേക്ക് വീണുപോയി. ഹാളിലേക്ക് ചാടിക്കയറിയ സുദേവ് സെറ്റിയിൽ കിടന്ന് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫോൺ എടുത്തു നോക്കി. ഉണ്ണിയേട്ടൻ എന്ന പേര് ആ സ്ക്രീനിൽ കണ്ടതും അവൻ പരിഭ്രമത്തോടെ ചുറ്റിനും നോക്കി. അശ്വതി അപ്പോൾ ശ്രമപ്പെട്ട് എഴുന്നേറ്റ് വരികയായിരുന്നു. അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന സുദേവ് അവളുടെ കഴുത്തിൽ കാലമർത്തി നിലത്തേക്ക് അവളെ അമർത്തിപ്പിടിച്ചു. എവിടെയാടി വിഭ? വന്യമൃഗത്തെ പോലെ അമറുന്ന അവന്റെ ശബ്ദം കേട്ട് പേടിച്ച അവൾ ബെഡ്റൂമിന് നേർക്ക് നോക്കി. അത് കണ്ടതും അവളെ വിട്ട് അവൻ ഓടിച്ചെന്ന് ആ ബെഡ്റൂമിന്റെ വാതിൽ തള്ളി. ലോക്ക് ചെയ്യാതിരുന്ന ആ വാതിൽ മലർക്കെ തുറന്നു. കട്ടിലിൽ മുട്ടുകുത്തി പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരുത്തനെയാണ് അവൻ ആദ്യം കണ്ടത്. അയാൾ തന്റെ ജീൻസ് ഊരിമാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അവന് താഴെ കട്ടിലിൽ കിടന്നിരുന്ന പെൺകുട്ടിയുടെ അഴിഞ്ഞുലിഞ്ഞു കിടന്നിരുന്ന മുടിയും കാലുകളും മാത്രമേ സുദേവിന് കാണാൻ സാധിച്ചുള്ളൂ. കീറിപ്പറിച്ചെറിഞ്ഞതുപോലെ നിലത്ത് ചിതറിക്കിടന്നിരുന്ന വസ്ത്രങ്ങൾ വിഭയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും അവനൊരു ചീറ്റപ്പുലിയെപ്പോലെ കട്ടിലിരുന്നവന്റെ നേർക്കു പാഞ്ഞു. അതിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ കിരൺ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന സുദേവിനെ കണ്ട് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സുദേവിന്റെ മുഷ്ടി അവന്റെ താടിയല്ലിൽ ശക്തമായി പതിച്ചു കഴിഞ്ഞിരുന്നു. പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദത്തോടൊപ്പം കാതിൽ മുഴക്കം മാത്രം. വായിൽ ചോരയുടെ രുചി. കിരൺ കിടക്കയിലേക്ക് ചരിഞ്ഞു വീണു. സുദേവ് അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് കട്ടിലിൽ നിന്നും താഴേക്കിട്ടു. മലർന്നടിച്ച് നിലത്തേക്ക് വീണ കിരണിന്റെ കാലുകൾക്കിടയിലെ മർമ്മത്തിലേക്ക് സുദേവിന്റെ കാല് ശക്തിയോടെ പലവട്ടം താഴ്ന്നു.
ഒന്നും ചെയ്യല്ലേ പ്ലീസ് പ്ലീസ്. വേദനയോടെ അലറിക്കരഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി അവനെ ദേഷ്യം സഹിക്കാതെ സുദേവ് വീണ്ടും നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. സുദേവിന്റെ തലയ്ക്കു പിന്നിൽ പെട്ടെന്നാണ് ഒരടിയേറ്റത്. തലയൊന്നു കുടഞ്ഞിട്ടവൻ തിരിഞ്ഞു നോക്കി. കയ്യിലൊരു മരത്തിന്റെ പട്ടികയുമായി അവനു പിറകിൽ അശ്വതി. വീണ്ടും അവനു നേരെ ആ മരക്കഷ്ണം മോങ്ങിയ അശ്വതിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവൻ അവളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. കരച്ചിലോടെ അവൾ താഴെ കിടന്നിരുന്ന കിരണിന്റെ മേലേക്ക് മറിഞ്ഞു വീണു. കട്ടിലിൽ നിന്നൊരു ഞരക്കം കേട്ട സുദേവ് തിരിഞ്ഞു നോക്കി. അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് കട്ടിലിൽ കിടക്കുന്ന വിഭ അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ സാധിക്കാതെ കിടക്കയിലേക്ക് വീണു പോകുന്നു. താഴെ കിടന്നിരുന്ന വസ്ത്രങ്ങൾ വാരിയെടുത്ത് കിടക്കയിലേക്കിരുന്ന സുദേവ് അതുപയോഗിച്ച് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒന്നും ചെയ്യല്ലേ. ആ അർദ്ധബോധാവസ്ഥയിലും ഞരങ്ങിക്കൊണ്ട് അവൾ പറയുന്നത് കേട്ട് സുദേവ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പേടിക്കണ്ടടാ കുഞ്ഞോളെ, ഉണ്ണിയേട്ടനാട്ടോ. അവൻ ആ പറഞ്ഞത് കേട്ടതുപോലെ അവളുടെ ചുണ്ടിൽ മങ്ങിയൊരു ചിരി തെളിഞ്ഞു. കട്ടിലിലെ പുതപ്പെടുത്ത് പുതപ്പിച്ച ശേഷം അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത അവൻ അവരുടെ ഫ്ലാറ്റിലേക്ക് ഓടി. ഫ്ലാറ്റിൽ ചെന്ന് ഒരു ബനിയന്റെ പാന്റും ടീഷർട്ടും അവളെ ഉടുപ്പിച്ചിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് അല്പം വെള്ളമെടുത്ത് തളിച്ചു നോക്കി. ഒന്നുകൂടി ഞരങ്ങി കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കിയതല്ലാതെ അവൾ മയക്കത്തിൽ നിന്നും ഉണരുന്നുണ്ടായിരുന്നില്ല. അതോടെ അവൻ മൊബൈലെടുത്ത് ഹരിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഹരി പറഞ്ഞതനുസരിച്ച് അവൻ സെക്യൂരിറ്റിയെ വിളിച്ച് കിരണിനെയും അശ്വതിയെയും ആ ഫ്ലാറ്റിലിട്ട് പുറത്തുനിന്നും വാതിൽ പൂട്ടിയ ശേഷം വിഭയെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റിയിട്ട് വണ്ടി നേരെ മെഡിക്കൽ സെന്ററിലേക്ക് വിട്ടു. അവർ മെഡിക്കൽ സെന്ററിൽ എത്തിയപ്പോൾ ശ്രീഹരി അവിടെ അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വിഭയെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയപ്പോൾ ഹരി സുദേവിന്റെ അടുത്തേക്ക് ചെന്നു. ഓ, എന്നാലും ചേട്ടാ, ഇങ്ങനെ ഒരു പ്ലാൻ അവന്റെ അടുത്ത് നിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ പാലാരിവട്ടത്ത് ഒരു ഓട്ടത്തിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ചേർത്തല വരെ പോകാനുള്ളതായിരുന്നു. പക്ഷെ പോകാനിരുന്നവർമാർക്ക് എന്തൊരു ആക്സിഡന്റ് പറ്റി. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ. പറഞ്ഞത് മുഴുമിപ്പിക്കാതെ ഒന്ന് നിർത്തിയിട്ട് സുദേവ് ചോദിച്ചു, അവനെ അവിടുന്ന് പൊക്കിയോടാ? മരട് പോലീസിന്റെ പട്രോൾ ടീം വൈറ്റ്നയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരപ്പോ തന്നെ എത്തി രണ്ടിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് പോരാ ഹരി, അവൻ ഇനി ഒരിക്കലും വിഭയുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. മനസ്സിലായി ചേട്ടാ. ഹരി അവനെ നോക്കി തലകുലുക്കി. വിഭാവരിയുടെ കൂടെ ആരാ ഉള്ളത്? കാഷ്വാലിറ്റിയുടെ അകത്തു നിന്നും വന്ന ഒരു നേഴ്സ് വിളിച്ചു ചോദിച്ചത് കേട്ട് സുദേവ് മുന്നോട്ട് ചെന്നു. എന്താ സിസ്റ്റർ? ഡോക്ടർ വിളിച്ചിട്ടാണ്, വരൂ. അവൻ ആ നേഴ്സിന്റെ കൂടെ കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് ചെന്നു. അതിനകത്ത് ഡ്യൂട്ടി ഡോക്ടറോടൊപ്പം ഡോക്ടർ സോണിയും ഉണ്ടായിരുന്നു. ആ വരൂ, വിഭയുടെ ആരാണ്? അവനെ കണ്ട് ഡോക്ടർ സോണി ചോദിച്ചു. ഹസ്ബൻഡാണ്. ഇയാളെയല്ലേ കുറച്ചുനാൾ മുന്നേ ഒരു മെനഞ്ചൈറ്റിസ് ആയിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത്? അതെ ഡോക്ടർ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണി കണ്ട ആൾ അല്ലേ? അത് പറഞ്ഞപ്പോൾ ഡോക്ടറുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. അതെ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. സെഡേറ്റീവായ മരുന്നെന്തോ ഉള്ളിൽ ചെന്നതാ. മേ ബി സം ഡ്രഗ്. എന്താണ് സംഭവിച്ചതെന്ന് ഇൻസ്പെക്ടർ ഹാരി പറഞ്ഞിരുന്നു. തൽക്കാലം ആൾ എന്തൊരു ദിവസത്തോടെ കിടക്കട്ടെ. ICUയിൽ കിടത്തേണ്ട ആവശ്യമുണ്ടോ ഡോക്ടർ? നോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ റൂം എടുത്തോളൂ. അത് ഓക്കെ ആയാൽ നമുക്ക് റൂമിലേക്ക് മാറ്റാം. ഓ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടറോട് നന്ദി പറഞ്ഞ ശേഷം സുദേവ് വെളിയിലേക്ക് ഇറങ്ങി. ഹരിയോട് കാര്യം പറഞ്ഞിട്ട് അവൻ ഹരിയെയും കൂട്ടി റൂം ബുക്ക് ചെയ്യാനായി റിസപ്ഷനിലേക്ക് നടന്നു. ഹരി കൂടി ഇടപെട്ടതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് റൂം ശരിയായി. വിഭയെ റൂമിലേക്ക് മാറ്റിയ ശേഷം IV ബോട്ടിൽ അവളുടെ കയ്യിലേക്ക് കണക്ട് ചെയ്തിട്ട് നേഴ്സ് സുദേവിനെ അടുത്തേക്ക് വിളിച്ചു. പേഷ്യന്റിന് രാത്രി എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ കരുതി വെച്ചോളൂ കേട്ടോ. രാത്രിയാകുമ്പോൾ ചിലപ്പോഴേ സെഡേഷൻ മാറാൻ സാധ്യതയുണ്ട്. ലൈറ്റായിട്ട് വല്ല ബ്രെഡോ റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് സാധാരണ പോലെ കഴിക്കാം. ആ നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിയതും സുദേവ് ഹരിയെ നോക്കി. നീ എന്നാ ആ ക്യാൻറ്റീനിൽ ചെന്നിട്ടേ എന്തെങ്കിലും ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വരും. രാത്രി ഇവിടെ എഴുന്നേറ്റാല് എന്തെങ്കിലും കൊടുക്കണമെന്നാ നേഴ്സ് പറഞ്ഞത് കേട്ടില്ലേ? ആ പിന്നെ അപ്പച്ചിയോട് ഈ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ആര് പറയാൻ, നല്ല കാര്യമായി പറഞ്ഞാല് പിന്നെ ഇന്ന് രാത്രി തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയും.
അതെ, അതാ പറയണ്ടെന്ന് പറഞ്ഞത്. രമച്ചിറ്റയെ വിളിച്ചു പറയണോ? വേണ്ട. ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പോലീസ് എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തല്ലോ. നീ ഒരു പരാതി എഴുതിക്കോ. വിഭ ഒപ്പിടും. പരാതി എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറയണ്ടല്ലോ. മനസ്സിലായി ചേട്ടാ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ശരിയെന്നാ. അതോടെ ശ്രീഹരി പുറത്തേക്ക് ഇറങ്ങി. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. കഥ കേൾക്കുന്നവരിൽ ഇനിയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെന്നാണ് നമ്മുടെ യൂട്യൂബ് ചേട്ടൻ പറയുന്നത്. ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യും ഒരു ഛേദവുമില്ലാത്ത ഉപകാരമല്ലേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്കുകൾ ഷെയർ ചെയ്തു കൊടുത്തും സപ്പോർട്ട് ചെയ്യണേ. See you soon.